എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശ്രീ തങ്കച്ചൻ തൻ്റെ പ്രവർത്തനം കൊണ്ട് വഹിച്ച എല്ലാ സ്ഥാനത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോയ ആളാണ്. ആദ്യകാലത്ത് പറഞ്ഞ പോലെ മുനിസിപ്പൽ ചെയർമാൻ, പിന്നെ MLA, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സ്പീക്കർ, മന്ത്രി, അതുപോലെ തന്നെ UDF കൺവീനർ, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ശ്രീ തങ്കച്ചൻ എപ്പോഴും ഉയർത്തിപ്പിടിച്ച ഒന്ന് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും സൗമ്യതയും അതുപോലെ തന്നെ സ്നേഹഭാവവും ഒക്കെ തന്നെയാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ അദ്ദേഹത്തിന് അതൊരു ആയുധവുമായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു മധ്യസ്ഥ റോളിലായിരുന്നു. സഭാധ്യക്ഷൻ എന്നുള്ള നിലയിലൊക്കെ വളരെ അപൂർവമായിട്ടേ അല്പം അലോസരപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ചൂടാവാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഞാൻ അങ്ങയെക്കുറിച്ചല്ല പറഞ്ഞത്. ഏതായാലും ശരി, സൗമ്യതയുടെ ഒരു ഭാവമായിരുന്നു. വളരെ വളരെ എന്താ പറയുക, ക്ഷമ അങ്ങേയറ്റം പാലിച്ചിരുന്ന ഒരു സഭാധ്യക്ഷൻ ആയിരുന്നു ശ്രീ തങ്കച്ചൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളൊക്കെ വലിയ വ്യക്തിപരമായ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് സൗഹൃദം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ച് പരസ്പരം കൂട്ടിയിണക്കി എന്നും പോയ ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വേദനയും ഉണ്ടാക്കി. നമുക്കൊക്കെ ഉണ്ടായ ഈ നഷ്ടങ്ങളിൽ CVSൻ്റെയും വായു സോമൻ്റെയും അതുപോലെ തന്നെ ശ്രീ തങ്കച്ചൻ്റെയും ഒക്കെ വിയോഗം എപ്പോഴും എല്ലാവർക്കും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ സങ്കടപ്പെടുകയല്ലാതെ വഴിയില്ല. ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും.